ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചു. സോ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം 2026 നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ് അല്ലേ? വരുന്ന ദിവസങ്ങളിൽ, അതായത് കറക്റ്റ് എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ജാനുവരി 21 ഈ വർഷത്തെ 2026 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അറിഞ്ഞോളൂ. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അടുത്ത ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു മാസത്തോളം നീളുന്ന ആപ്ലിക്കേഷൻ ആണല്ലേ, ഒരു മാസത്തോളം ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ജാനുവരി 21 ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലോഞ്ച് ആകും. അപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫെബ്രുവരി 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അറൗണ്ട് 22,000 വേക്കൻസീസ് കറൻ്റ്ലി ഇപ്പോൾ ഇതുവരെ റെയിൽവേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 22,000+ വേക്കൻസീസ് ആണുള്ളത് അല്ലേ, 22,000+ വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ജാനുവരി 21 നോട്ടിഫിക്കേഷൻ വരും. ഇനി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, 10 അല്ലെങ്കിൽ IT ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ. സോ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എക്സാം അപ്ലൈ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അടുത്ത സുവർണ അവസരം വന്നിട്ടുണ്ട്. കറൻ്റ്ലി ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ 2025 അല്ലെ 24 നോട്ടിഫിക്കേഷൻ വന്ന ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫെബ്രുവരി 10 വരെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡേറ്റില്ലേ, ഫെബ്രുവരി 4 മുതൽ 10 വരെയുള്ള ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത ഗ്രൂപ്പ് ഡി എക്സാം വരികയാണ്. അപ്പോൾ ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആ എക്സാമിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അടുത്ത എക്സാം നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരും ഒരുപാട് നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അപ്പോൾ റിപ്പീറ്റേഴ്സും ഫ്രഷേഴ്സിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതാ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. 22,000 വേക്കൻസീസുമായിട്ട് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ജാനുവരി 21 വരും. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഡി, എന്തൊക്കെ പോസ്റ്റുകളാണ് അതിനകത്തുള്ളത് എന്നൊക്കെ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആ നോട്ടിഫിക്കേഷൻ എന്നുള്ള എടുത്ത പോസ്റ്റുകളാണ് അല്ലേ. അപ്പോൾ എല്ലാം പേരൊക്കെ നല്ല അടിപൊളിയാണ്. അസിസ്റ്റന്റ് S&T, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, ബ്രിഡ്ജ് അസിസ്റ്റന്റ്, ക്യാരേജ് ആൻഡ് വാഗൺ, ലോക്കോ ഷെഡ് ഓപ്പറേഷൻസ്, അങ്ങനെ കുറേ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ വർഷം ഇത്രയും പോസ്റ്റ് ആണോ, ഇതിലധികം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റായിട്ട് അറിയാം. എനിവേ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പ്രധാനമായിട്ടുള്ള പോസ്റ്റുകൾ. ഇനി നിങ്ങൾക്കറിയാം 10 ക്വാളിഫൈ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർ അല്ലെങ്കിൽ IT ഉള്ളവരാണ് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുന്നത്. ചുമ്മാ കയറി ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പൊതുവെ ഒരു പ്രവണതയുണ്ട്, എല്ലാവരും കയറി അപ്ലൈ ചെയ്യും. കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 കോടിയിലധികം ആപ്ലിക്കൻസ് ആണ് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്തത്. പക്ഷെ എക്സാം എഴുതാനായിട്ട് വരുന്നത് 50 ലക്ഷം പേര്. ഇതിലും സീരിയസ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് പേരായിരിക്കും. അപ്പൊ അതിൽ തന്നെ ജോലിക്ക് കയറിയിട്ട് ആ ഒരു ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കി റിസൈൻ ചെയ്യുന്നു പോകുന്നവർ വേറെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആകുമ്പോൾ ആ ജോലി ആഗ്രഹിച്ചിരുന്ന കുറേ പേരുണ്ടാവും. അപ്പൊ അവരുടെ സാധ്യതയും കൂടെയാണ് നമ്മൾ തല്ലിക്കെടുന്നത്. സോ എന്താണ് ജോലി എന്ന് മനസ്സിലാക്കി മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി എന്നുള്ളവർ ഇത് അപ്ലൈ ചെയ്യുക. അല്ലാത്തവർക്ക് ഇഷ്ടംപോലെ വേക്കൻസീസുമായിട്ട് റെയിൽവേ വീണ്ടും ഡിഗ്രിക്ക് വേണ്ടിയിലൊക്കെ ഉള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. സോ ഈ പോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞ് അതിൽ നിങ്ങൾ ജോലി ചെയ്യാൻ വില്ലിങ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരുപാട് ITക്കാർ നോക്കിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയിട്ട് ജോലിയുടെ ഒരു നേച്ചർ, ഒരു സ്വഭാവം മനസ്സിലാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ ജോലി സ്വപ്നം കണ്ടുന്ന ഒരുപാട് പേരുടെ ഒരു മോഹമല്ലേ നമ്മളായിട്ട് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ അത് ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ജോലി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ ഓക്കെ ആണ് നിങ്ങളെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ 11 പോസ്റ്റിൽ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കാറ്റഗറി 14 എണ്ണമായിരുന്നു. ഈ അസിസ്റ്റന്റ് S&T എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, സിഗ്നൽ ആൻഡ് ടെലികോം ആണ് ഈ ഒരു അസിസ്റ്റന്റ് S&T. സിഗ്നലൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു ടീം അല്ലേ. അപ്പൊ അതുപോലെ തന്നെ വർക്ക്ഷോപ്പ്, ബ്രിഡ്ജ്, മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ എല്ലായിടവും ഒന്നും കാണില്ല ഈ വർക്ക്ഷോപ്പ്. നമുക്കറിയാം ഈ ട്രെയിൻ മെയിൻ്റനൻസ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും കാണില്ല, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കാണില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള പോസ്റ്റിംഗ് ആണ് ഈ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ബ്രിഡ്ജ്. ദെൻ ക്യാരേജ് ആൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഒരു 2-3 ബോഗിയായിട്ട് കുഞ്ഞു ട്രെയിൻ വരില്ലേ, സഹായം കൊണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ട്രെയിനാണ് ക്യാരേജ് ആൻഡ് വാഗൺ.
ഒന്നെങ്കിൽ ഒരു മിനി ഹോസ്പിറ്റലായിട്ട് കുറെ ബെഡൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാരേജ് ആൻഡ് വാഗൺ. അപ്പൊ അത് എന്താണ് അതിൽ ഉള്ളവർ അതിനു വേണ്ടി അതിൽ വർക്ക് ചെയ്യുന്ന ടീമുകൾ. അപ്പൊ ഈ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഗ്രൂപ്പ് ഡി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു പോസ്റ്റ് അല്ല. അത്യാവശ്യം ഈ ട്രാക്കിൽ പണികൾ, ട്രാക്ക് മെയിൻ്റനൻസ് അല്ലെ, ട്രാക്ക് മെയിൻ്റനൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ തന്നെ അങ്ങനെയുള്ള ട്രെയിൻ മെയിൻ്റനൻസ് വരും. സിഗ്നലുകൾ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു ഓഫീസിൽ ഇരുന്നുള്ള പോസ്റ്റ് അല്ല. സ്റ്റോർ കീപ്പിംഗ് ആ സ്റ്റോറിൽ സാധനങ്ങൾ, ട്രെയിനിൽ എന്തെങ്കിലും ഇപ്പൊ ലൈറ്റോ ബൾബോ ഒക്കെ മാറ്റിയിടാനുണ്ടെങ്കിൽ അതെല്ലാം റെയിൽവേയുടെ ലിസ്റ്റ്, ചുമ്മാ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലേ, ലിസ്റ്റോട് കൂടി ഒരു സ്റ്റോർ ഉണ്ട്. അപ്പൊ അത് എടുത്തു കൊടുക്കുക. അതൊക്കെ ഏത് പോസ്റ്റാണ്? ഗ്രൂപ്പ് ഡി പോസ്റ്റ് തന്നെയാണ്. ദെൻ അതുപോലെ നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു സിമെന്റ് കളറിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല, അവരുടെ ഷൂസ് കണ്ടാൽ അറിയാം ഭയങ്കര ഹെവി ഷൂസാണ്. ഷൂസ് കാണുമ്പോഴേ മനസ്സിലായിക്കോണം അത് ഗ്രൂപ്പ് ഡി പോസ്റ്റാണ്. അപ്പൊ ആ പോസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് കൊണ്ടിട്ട് ഈ കോടാലി പോലെ അല്ലെങ്കിൽ ഹാമറൊക്കെ കൊണ്ടിട്ടില്ലേ, ചുറ്റിയൊക്കെ കൊണ്ടുപോയി നടക്കുന്നവരെ കാണാം. അതൊക്കെ ഏത് പോസ്റ്റാണ്? ഗ്രൂപ്പ് ഡി ആണ്. എന്തെങ്കിലും ട്രാക്കിൽ എന്തെങ്കിലും വിള്ളലോ കാര്യങ്ങളോ മെയിൻ്റനൻസ്, ഓരോ ട്രെയിൻ വരുന്നതിന് മുൻപ് ട്രാക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഗ്രൂപ്പ് ഡി പോസ്റ്റിനകത്താണ് വരിക. സോ അതൊക്കെ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളവർ, ഇതൊക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല എന്നുള്ളവർ അത് അപ്ലൈ ചെയ്യുക. ഇനി ഇതായിരുന്നു എങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്നൊരു കൂട്ടർ കാണുമല്ലോ. സോ അവർ ദയവ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ. മറ്റൊരുപാട് പേരുടെ സാധ്യതയാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ നഷ്ടമാകുക. പ്രത്യേകിച്ച് ഗേൾസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ കറന്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഒരു പോസ്റ്റ് വെച്ച് നമ്മൾ എടുത്തതാണ്. ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിനെയൊക്കെ ഐഡിയ ഒക്കെ കിട്ടി കാണുമല്ലോ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് കീപ്പർ, ഈ ഒരുപാട് ട്രെയിൻ പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതി. നമുക്കറിയാൻ പറ്റും ചില ഈ ക്രോസിങ്ങുകൾ, റെയിൽവേ ക്രോസിങ്ങുകളിൽ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടാകും. ട്രെയിൻ വരുമ്പോൾ തുറന്നു കൊടുക്കുക, ട്രെയിൻ വരുമ്പോൾ അത് അടയ്ക്കുക, പോയി കഴിയുമ്പോൾ തുറന്നു കൊടുക്കുക. അപ്പൊ വല്ലപ്പോഴുമുള്ള ട്രെയിൻ അല്ലെങ്കിൽ ഒരു ദിവസം 1-2 ട്രെയിൻ മാത്രമുള്ള ക്രോസിങ്ങുകളാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഗേറ്റ് കീപ്പേഴ്സിന് അത് മാത്രമായിരിക്കില്ല ജോലി, ട്രാക്ക് മെയിൻ്റനൻസും കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ രീതികൾ എന്നുള്ളത്. ഇനി ഒരുപാട് ട്രെയിൻ വന്നു പോകുന്ന പ്ലേസ് ആണെങ്കിൽ അവർക്ക് അവിടെ തന്നെ ആയിരിക്കും, ഗേറ്റ് കീപ്പർ ആയിട്ട് തന്നെ ആയിരിക്കും ജോലി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും. ഇനി എനിക്ക് ഈ പോസ്റ്റ് തന്നെ മതി, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹയർ പോസ്റ്റിലേക്ക് പോകണം, ഓഫ് കോഴ്സ് ഉണ്ട്. അതായത് NTPC പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഡിപ്പാർട്ട്മെന്റിൽ എക്സാം എഴുതി ഗ്രൂപ്പ് ഡിയിൽ ജോയിൻ ചെയ്തിട്ട് എക്സാം എഴുതി നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലേക്ക് പോകാം. അങ്ങനെ താല്പര്യമുള്ളവർക്കും ഉറപ്പായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എക്സാം NTPC അത്ര കട്ടിയല്ല, ടയർ വേറെ അങ്ങനെ ഒന്നും ഇല്ല. സോ അങ്ങനെയുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇത് ഫിസിക്കൽ ഉണ്ടാകും അല്ലെ. ഈ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ചുറ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ പോവേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ നിങ്ങൾ വെയിറ്റ് ഒക്കെ എടുക്കണ്ട. അത് വെച്ചിരിക്കുന്നത് വെറുതെ അല്ല, നിങ്ങൾ ഈ വെയിറ്റ് കൊണ്ടുപോയി നിങ്ങൾ കേപ്പബിൾ ആണോ ഓക്കെ ആണോ നോക്കാനാണ് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ വെക്കുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത. എന്താണ് ഗ്രൂപ്പ് ഡി എന്നുള്ളത്? ഇത്രയുമാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ജോലികൾ. സോ ഈ ജോലികളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞു വെക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾ ഓക്കെ ആണ്, 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് കയറാനാണെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇത് മതി, എനിക്ക് ഇത്ര രൂപ ശമ്പളം മതി, അടുത്ത പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് നല്ലൊരു തുക നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പൊ കറന്റ് 27,000 രൂപയോളം ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് ഡി പോസ്റ്റ് നിങ്ങൾക്ക് ശമ്പളം ഉണ്ട്. 8th പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അറൗണ്ട് 40,000+ രൂപ ശമ്പളമായിട്ട് അത് മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി 3 വർഷം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പോകാനാണെങ്കിലും ഓക്കെയാണ്. വിട്ടിട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. സോ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാം. അപ്പൊ ഏകദേശം എങ്ങനെയാണ് എക്സാം കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഓക്കെ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പോകുന്നവര് 21-ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അന്ന് മുതലല്ല, ഇനി മുമ്പ് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ AZB അക്കാഡമി ഗ്രൂപ്പ് ഡിയുടെ എക്സ്ക്ലൂസീവ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മലയാളത്തിലും പ്ലസ് ഇംഗ്ലീഷിലുമുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ മറക്കാതെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബാച്ച് ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എക്സാംസ് ഒക്കെ വരുന്നതാണ്. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലിയൊക്കെ കിട്ടട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.